മായി ബന്ധപ്പെട്ട 10 ക്വസ്റ്റ്യനുകൾ പരിചയപ്പെടാം. മോഹൻജദാരോവിൽ ഉത്ഖനനങ്ങൾ നടത്തിയത് താഴെ പറയുന്നവരിൽ ആരുടെ നേതൃത്വത്തിലായിരുന്നു? ആർ.ഡി. ബാനർജിയുടെ നേതൃത്വത്തിലായിരുന്നു മോഹൻജദാരോയിൽ ഉത്ഖനനങ്ങൾ നടത്തിയത്. ഭൗമകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ടോളമി. ഭൗമകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ടോളമി. അന്തർദേശീയ രക്തദാന ദിനമായി ആചരിക്കുന്നത് ജൂൺ 14-നാണ്. അന്തർദേശീയ രക്തദാന ദിനമായി ആചരിക്കുന്നത് ജൂൺ 14-നാണ്. ഇന്ത്യൻ രാസവ്യവസായത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആചാര്യ പി.സി. റേയാണ്. അതുപോലെ തന്നെ ഭൗമകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ടോളമി ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത് കേരളമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ: പാൽ, പേരയ്ക്ക, തക്കാളി, ഓറഞ്ച്. തക്കാളി, പേരയ്ക്ക, ഓറഞ്ചിൽ എന്തടങ്ങിയിട്ടുണ്ട്? വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. പാലിൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടില്ല. ഏത് വിറ്റാമിനാണ് അടങ്ങിയിട്ടുള്ളത് എന്ന് പാലിൽ ഏത് വിറ്റാമിനാണ് അടങ്ങിയിട്ടുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക. കാർ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. ആസിഡുകളുമായി ബന്ധപ്പെട്ട് നിരവധി ക്വസ്റ്റ്യനുകൾ കേറ്ററ്റിൽ ആവർത്തിച്ച് ചോദിക്കുന്നവയാണ്. അതുകൊണ്ട് ആസിഡുമായി ബന്ധപ്പെട്ട എല്ലാവിധ ഇതും നിങ്ങൾ പഠിക്കണം. ശരീരത്തിൽ ആകെയുള്ള നാഡികളുടെ എണ്ണമാണ് 43. ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മോഡൽ കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. ശബ്ദ മലിനീകരണത്തിന് കാരണമാകുന്ന ശബ്ദത്തിൻ്റെ തീവ്രത 9 ഡെസിബലിന് മുകളിൽ ആയിരിക്കും. അപ്പോൾ ഈ 10 ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.